അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ കൂടി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഗുഡ് ഈവനിംഗ്. രേഖകൾ, ഭൂനിയമം അതൊക്കെയുള്ള ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ പരാതിയുമായി പോയ വ്യക്തിയുടെ രാഷ്ട്രീയം തുറന്നു കാട്ടിയുള്ള ഒരു വിമർശനം MA യൂസഫ് അലി എന്ന വ്യവസായിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുകയാണ്. അത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. താങ്കൾക്ക് എന്താണ് ഇപ്പോഴുണ്ടായിരുന്ന ഈ വിവാദത്തെക്കുറിച്ച് കാണുമ്പോൾ മനസ്സിലാവുന്നത്? ഗുഡ് ഈവനിങ് സുജയ. ഈ കേരളത്തിൽ യൂസഫ് അലിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരം ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളുമാണ് ഉള്ളത് എന്നുള്ളത് യൂസഫ് അലിയുടെ 2 പ്രോജക്റ്റുകളെങ്കിലും കീനായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള, അത് സോഷ്യൽ മീഡിയയിൽ അതത് സമയം എഴുതിയിട്ടുള്ള എനിക്കറിയാം. കൊച്ചിയിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലുലുവിന്റെ കേസ്, ലുലു മാളിന്റെ കേസ്. അതുപോലെ തിരുവനന്തപുരത്ത് നമുക്കറിയാം. അപ്പൊ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇതൊന്നും ഈ പ്രോജക്റ്റുകൾ വരരുത് എന്ന് വിചാരിച്ച് നടത്തുന്ന എതിർപ്പുകളോ അല്ലെങ്കിൽ ശബ്ദങ്ങളോ ഒന്നുമല്ല. മറിച്ച് ഈ പ്രോജക്റ്റുകൾ വരുന്ന സ്ഥലം, ആ പ്രോജക്റ്റ് വരുന്ന സ്ഥലം മറ്റെല്ലാ ആളുകൾക്കും ബാധകമായിരിക്കുന്ന നിയമം യൂസഫ് അലിക്കും ബാധകമാണ് എന്ന് മാത്രമാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിലക്കെടുത്ത്, രാഷ്ട്രീയ നേതൃത്വത്തെ വിലക്കെടുത്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അവരെ വരുതിയിലാക്കി നിയമങ്ങളിൽ മാത്രമല്ല വെള്ളം ചേർക്കുന്നത്, രേഖകളിൽ കൃത്രിമത്വം കാണിച്ചു പോലും പലപ്പോഴും ഇത്തരം പദ്ധതികൾക്ക് അനുമതി നേടിയെടുക്കാറുണ്ട്. അപ്പൊ യൂസഫ് അലിയുടെ കാര്യത്തിൽ ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു എതിർപ്പ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത് മറ്റാർക്കും നികത്താൻ പറ്റാത്തൊരു ഭൂമി, അത് വയലായിട്ടുള്ളൊരു ഭൂമി, കേരള തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം മറ്റെല്ലാവർക്കും നിയന്ത്രണങ്ങളുള്ള ഒരു ഭൂമി യൂസഫ് അലി വാങ്ങിക്കുമ്പോൾ മാത്രമാണ് ഈ നിയമം ഇല്ലാതാവുന്നതും പൊടുന്നനെ ഈ ക്ലിയറൻസുകളെല്ലാം ലഭ്യമാവുന്നതും അല്ലെങ്കിൽ നെൽവയൽ നിർത്തണ നിയമം തന്നെ ഇല്ലാതാവുന്നതും. സർക്കാർ അതിനുവേണ്ടി മറ്റെല്ലാ സ്ഥലത്തും പറയുമ്പോഴും ചിലർ വരുമ്പോൾ നിയമം വഴിമാറും എന്ന് പറയുന്നത് പോലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലാണ്. കോടതി അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് അതാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഇക്കാര്യത്തിൽ കേസിന്റെ മെറിറ്റ് എന്താണ് എന്നതേക്കുറിച്ച് അദ്ദേഹം ആ പ്രസംഗത്തിൽ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ എന്താണെന്ന് ഞാൻ എടുത്തു നോക്കി. അതിൽ അദ്ദേഹം ഈ മുടക്കികൾ എന്നുള്ള രീതിയിലേക്ക് ഒരു ഹിന്റാണ് ആ വാചകങ്ങളിലൂടെ കൊണ്ടുവരാൻ. അതായത് അദ്ദേഹം ഇത് കൊണ്ടുവരാൻ 3000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ നിൽക്കുന്ന ഒരു വ്യവസായി, ആ വ്യവസായിയെ തടസ്സപ്പെടുത്താൻ നിൽക്കുന്ന ഒരു ഹർജിക്കാരൻ, ആ ഹർജിയിൽ ഒരു കഴമ്പില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം, ആ ഹർജിക്കാരന്റെ പാർട്ടിയെ കൂടി അദ്ദേഹം മെൻഷൻ ചെയ്തു പോവുകയാണ്. പക്ഷേ കേസിന്റെ മെറിറ്റിനെ കുറിച്ച്, എന്താണ് കോടതിയിൽ നിൽക്കുന്ന കേസിന്റെ ഉള്ളടക്കം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിലെ കക്ഷി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കോടതിയിൽ വിശ്വാസം അർപ്പിക്കണമായിരുന്നു. അദ്ദേഹം ആ കോടതിയുടെ ഔട്ട്കം വരെ കാത്തിരിക്കണമായിരുന്നു. അതിന് പകരം ആ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിലുള്ള ഇടപെടലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് മറ്റാരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കോടതിയലക്ഷ്യ കേസിലേക്ക് പോലും പോകാൻ സാധ്യതയുള്ള. കാരണം ബഹുമാനപ്പെട്ട കോടതി അത് കേട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു കേസിനകത്ത് അതിന്റെ മെറിറ്റ് പരിശോധിക്കപ്പെട്ട് അതിൽ വിധി വരാനിരിക്കുമ്പോൾ അതിലെ ഒരു കക്ഷിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മീഡിയ സപ്പോർട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വിസിബിലിറ്റി ഉപയോഗിച്ച് അതിലെ മറ്റൊരു കക്ഷിക്കെതിരായിട്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയാണ്. ഇപ്പൊ എന്റെ കക്ഷിയല്ല, എന്റെ കേസുമല്ല, ഞാൻ ഇതിനകത്ത് ബന്ധപ്പെട്ടില്ല. പക്ഷെ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ബഹുമാനപ്പെട്ട കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരത്തിലുള്ളൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതായത് യൂസഫ് അലി കേരളത്തിൽ നിന്ന് ഓടാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാം അദ്ദേഹത്തെ എതിർക്കാൻ പോകുന്നു, ഇവിടെ വ്യവസായങ്ങൾക്കൊന്നും യാതൊരു സാധ്യതയുമില്ല, അത്തരം ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അതിനകത്തൊരു ഒരു പാർട്ടി ലീഡറെ ലക്ഷ്യം വെക്കുകയാണ്. ഇതിനകത്തൊരു പാർട്ടിയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എന്തെങ്കിലും എതിർപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വ്യക്തിയാണ്. അദ്ദേഹം ആദ്യമായി കൊടുക്കുന്ന കേസുമല്ല. നെൽവയൽ സംരക്ഷണ നിയമം നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ജില്ലാതല കമ്മിറ്റിയിലെ പാലക്കാട് എന്താണ് സംഭവിച്ചത്? അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, താങ്കൾക്ക് അറിഞ്ഞുകൂടെ? തീർച്ചയായിട്ടും യൂസഫ് അലി പാലക്കാട്ട് മാത്രമല്ല കേരളത്തിൽ എവിടെ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങുമ്പോഴും പ്രാദേശികമായിട്ടുള്ള വസ്തുക്കളുടെ വിൽപ്പന ഗണ്യമായി കുറയാണ്. നിങ്ങൾ MG റോഡിലെ കച്ചവടം പോയത് നോക്കൂ, നിങ്ങൾ കേരളത്തിൽ കൊച്ചിയിലെ മറ്റ് പ്രദേശങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത് നോക്കൂ. അതെല്ലാം ലുലുവിലേക്ക്, അത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം 10 തൊഴിൽ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ 10 തൊഴിൽ ഇല്ലാതാവുന്നുണ്ട്. അദ്ദേഹം 100 കോടി നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ 100 കോടിയുടെ നിക്ഷേപം ഇപ്പുറത്ത് ഇല്ലാതാവുന്നുണ്ട്. അതൊക്കെ വേറൊരു വിഷയം. നമ്മളിപ്പോൾ അതിലേക്ക് ഈ ഷോപ്പിംഗ് മാളുകളുടെ രാഷ്ട്രീയത്തെ പറ്റിയോ അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന മാറ്റത്തെ പറ്റിയോ വേണ്ട എന്നുള്ള അഭിപ്രായം നമുക്ക് രണ്ടുപേർക്കുമില്ല. അത് നമുക്ക് പറഞ്ഞു പോകാം. പക്ഷേ അതിനായി തെരഞ്ഞെടുക്കുന്ന ഭൂമിയാണ് അത്. സാധാരണക്കാരനും യൂസഫ് അലിക്കും ഒരേ നിയമം വേണം. ഇതിലെല്ലാവർക്കും ഒരേ നിയമം വേണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിനകത്ത് യൂസഫ് അലി വാങ്ങുമ്പോൾ മാത്രം ഇപ്പൊ കോഴിക്കോട്ട് അദ്ദേഹത്തിന് ഷോപ്പിംഗ് മാൾ പണിയാൻ വേണ്ടി സർക്കാർ ചട്ടം മറികടന്നുകൊണ്ട് സ്ഥലം കൊടുക്കുകയുണ്ടായി. അതിനെതിരായിട്ട് പ്രാദേശികമായിട്ട് വന്ന എതിർപ്പുകൾ പോലും സർക്കാർ ഒറ്റയടിക്ക് ഇല്ലാതാക്കി. ഇപ്പൊ അത്തരം എന്തൊരുത്തി തന്നെ ERZ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നെൽവയലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള തൊട്ടടുത്തുള്ള പ്രദേശമായിരുന്നു, നീർത്തടമായിട്ടുള്ള പ്രദേശമായിരുന്നു. എല്ലാ നിയമങ്ങളും എല്ലാ പേപ്പറുകളും ക്ലിയർ ആയി യൂസഫ് അലി വന്നപ്പോൾ. അപ്പോൾ എനിക്കോ ശ്രീ സുജയ്ക്കോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കോ വാങ്ങി ഒരു വീട് വെക്കാൻ പറ്റാത്തൊരു സ്ഥലം യൂസഫ് അലി വാങ്ങുമ്പോൾ മാത്രം അതിലെ നിയമങ്ങൾ വഴിമാറുന്നു, സർക്കാരുകൾ വഴിമാറുന്നു, അന്വേഷണ സംവിധാനങ്ങൾ ഇല്ലാതാവുന്നു. ഇത് അദ്ദേഹത്തിന് അദ്ദേഹം പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ആളുകളെ ഇത്തരത്തിൽ പൊതുജന മധ്യത്തിൽ അപമാനിക്കാം എന്നൊരു ധാരണയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം മൊന വെച്ച് സംസാരിച്ചത്. ആ മൊന വെച്ചുള്ള സംസാരം ശ്രീ യൂസഫ് അലിയെ പോലെ ഒരു വ്യവസായിക്ക് ചേർന്നതല്ല.
അദ്ദേഹത്തിന് ഇനിയും ഈ നാട്ടിൽ വ്യവസായം നടത്തേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മുനവെച്ച സംഭാഷണം പറഞ്ഞത് ശരിയായില്ല. അത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിലുള്ള ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പ്രതികരിച്ചതിന്, താങ്കളുടെ ഈ കാര്യത്തിലെ ഇൻസൈറ്റ്സ് പങ്കുവച്ചതിന് താങ്ക് യു.